വേനലിൽ എന്ത് ഭക്ഷണം കഴിക്കണം? വറുത്തത്, മുരിച്ചത്, ചായ, കാപ്പി, കോള, നമുക്ക് രുചിയുള്ളതൊക്കെ കഴിക്കണ്ടേ? വേനൽക്കാലത്ത് ജലാംശം, തണ്ണിമത്തൻ എപ്പോഴാണ് കിട്ടുക? മഴക്കാലത്താ. പ്രകൃതി നമുക്ക് കരുണാമയിയാണ്. പ്രകൃതി അമ്മ നമുക്ക് തണ്ണിമത്തൻ തരുന്നു വേനൽക്കാലത്ത്, കഴിക്കണം. ദീർഘായുസിന് ഇത്രയും സഹായിക്കുന്ന, ഇത്രയും മിനറൽസ് ശരീരത്തിലേക്ക് തരുന്ന മറ്റൊരു ഫലം കുറവാണ് തണ്ണിമത്തൻ. കൊണ്ട് തണ്ണിമത്തൻ നന്നായിട്ട് കഴിക്കണം. കരിക്ക്, ഞാനിവിടെ നിടക്ക് സന്തോഷത്തോട് പറഞ്ഞ് മുങ്ങി ഒരു കരിക്ക് ചാപ്പിട്ടിട്ടാണ് വരണത്. കാലത്ത് എഴുന്നേറ്റോ, ഇന്ന് 3:30 ഞാൻ എണീറ്റു. 3:30 ഒരു കരിക്ക് കുടിച്ചു. കിടക്കുന്നതിന് മുമ്പ് ഇന്നലെ രാത്രിത്തെ ഭക്ഷണം 2 കരിക്കായിരുന്നു. ഉച്ചയ്ക്ക് ഇന്നലെ ഊണ് കഴിച്ചു, രാത്രി കരിക്കായിരുന്നു. രാവിലെ ഒരു കരിക്ക് കഴിച്ചു. വണ്ടിയിൽ പോരുന്ന വഴി അല്പം പിസ്തയും വണ്ടിയിൽ നമ്മുടെ മകൻ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു, ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇവിടെ വന്നൊരു കരിക്കും കൂടെ കഴിച്ചു. വേനലിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അല്പഭക്ഷണത്തെക്കാൾ അപകടമാണ് അമിത ഭക്ഷണം. ഇതെപ്പോഴും ഓർക്കണം. ഇത് ഞാൻ കേട്ടത് ആദരണീയനായ PK വാര്യർ സാറിൽ നിന്നാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന PK വാര്യർ. അല്പഭക്ഷണത്തെക്കാൾ അപകടമാണ് അമിത ഭക്ഷണം. ഇത് വേനൽക്കാലത്ത് ഒരിക്കലും വയറ് നിറയരുത്. അരവയർ ഭക്ഷണം, അരവയർ വെള്ളം, ചവച്ചരച്ച് ഉമിനീര് വന്ന വെള്ളം, പച്ചവെള്ളമെടുത്ത് കുടിക്കരുത്. അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആവാം, രസമാവാം. അപ്പോൾ അരവയർ ഭക്ഷണം, അരവയർ വെള്ളം, അരവയർ വായു. ഇതാണ് ഇസ്ലാമിക നിയമം. സത്യവിശ്വാസി ഒരു കുടലിൽ ഭക്ഷിക്കുമ്പോൾ സത്യനിഷേധി 7 കുടലിൽ ഭക്ഷിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. നിറയ്ക്കാവുന്നതിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം നിന്റെ വയറാണെന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രം രോഗങ്ങളില്ലാത്തത് എന്താണെന്ന് 4 വൈദ്യന്മാർ പ്രവാചകനോട് ചോദിച്ചു. ഞങ്ങൾ വിശക്കുമ്പോഴല്ലാതെ ആഹാരം കഴിക്കത്തില്ല, അതും ഒരിക്കലും വയറ് നിറയെ കഴിക്കില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയുടെ അടി കൊണ്ടിട്ടുള്ളത്, നിങ്ങളിൽ പലരും, മുതിർന്നവർ പലരും അമ്മയുടെ അടി കൊണ്ടിരിക്കുന്നത് എന്തിനാ? തിന്നാൻ താന്ന് പറഞ്ഞതിനാ. വിശക്കണ് തിന്നാൻ താന്ന് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലെന്നറിയില്ല, പോയി കളിക്കടി, പോയി കളിക്കടിയാ. നീയൊക്കെ ഇപ്പം എന്തിനാ തല്ലുകൊള്ളുള്ളത്? തിന്നടാ തിന്നടി, തിന്നടാ തിന്നടി എന്ന് പറഞ്ഞ് പുറകെ നടന്ന് അടിച്ച് തീറ്റിക്കുക. പിള്ളേര് ഗതികേടിലാകുന്നത്, നശിക്കുന്നത്, ആരോഗ്യം നശിക്കുന്നത് നിങ്ങൾ അവരെ തല്ലി തീറ്റിക്കുന്നത് കൊണ്ടാണ്. പാല് കുടിപ്പിക്കുന്നു, മുട്ട തീറ്റിക്കുന്നു. ഇതാണൊരു കാര്യം. അപ്പോൾ ആഹാരം മിതമാക്കുക. പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ശരീരം പതുക്കെ പതുക്കെ മോശമായി വരും. ജീവനുള്ള ഭക്ഷണം, മൃതഭക്ഷണം, പ്രേതഭക്ഷണം, 3 തരം ഭക്ഷണമുണ്ട്. കടയിലിരിക്കുന്ന തക്കാളി, എനിക്ക് തക്കാളിയോട് ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഉദാഹരണം പറയുക. കടയിലിരിക്കുന്ന തക്കാളിക്ക് ജീവനുണ്ടോ കുട്ടിയെ? കടയിലിരിക്കുന്ന തക്കാളിക്ക് ജീവനുണ്ടോ? പിള്ളേരൊന്ന് പറഞ്ഞ്, കടയിലിരിക്കുന്ന തക്കാളിക്ക് ജീവനുണ്ടോ? നീ വിളിച്ചാൽ നിന്റെ കൂടെ പോരുവോ? ഗുഡ് മോർണിംഗ് ചേട്ടാ, എന്നെ കൊണ്ടുപോയി കറി വെച്ച് തിന്നണില്ലെന്ന് ചോദിക്കുവോ? പിന്നെ നീ എന്താ ജീവനുണ്ടെന്ന് പറഞ്ഞ്? എന്താ തെളിവ്? നീ പറഞ്ഞത് ശരിയാ. അത് പറമ്പിലിട്ടാൽ മുളച്ചു വരും. മുളച്ചു വരുന്നത് എന്തുകൊണ്ടാ? അതിൻ്റെ ഉള്ളില് ജീവൻ ഉറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആഹാരം. ജീവനുള്ളിലുള്ള ആ ഭക്ഷണ സാധനങ്ങളാണ് യഥാർത്ഥത്തിലുള്ള വിശുദ്ധമായ ഭക്ഷണം, ജീവനുള്ള ഭക്ഷണം. അപ്പോൾ ഒരു തക്കാളി വാങ്ങി പറമ്പിലിടുന്നതിന് പകരം നീ നിന്റെ ഉള്ളിലേക്ക് ഇട്ടു. തക്കാളി നിന്റെ വയറ്റിൽ ചെന്നിട്ട് തക്കാളിയുടെ ജീവൻ എന്നാ ചെയ്യും? പതുക്കെ മുളച്ച് മുളച്ച് തലയിൽ തക്കാളി പൂവൊക്കെ വിടർന്ന്, ഇല്ലെങ്കിൽ ആ ജീവൻ എവിടെ പോകും? തക്കാളിയിലെ ജീവൻ, നീ അതിനെ തിന്നു കഴിഞ്ഞാൽ തക്കാളിയിലെ ജീവൻ എവിടെ പോകും? നിന്റെ ജീവനിൽ കരുത്തായി, ശക്തിയായി മാറും. ഇതാണ് ജീവനുള്ള ഭക്ഷണം. പ്രകൃതി ജീവനത്തിലേക്ക് വരുന്ന നമ്മൾ ജീവനുള്ള ഭക്ഷണം പരമാവധി കഴിക്കുന്നു. അതിനെ നീ കലത്തിലിട്ട് പുഴുങ്ങി വേവിച്ച് കറിയാക്കിയാൽ എന്താ രുചി! പക്ഷേ അതിൽ ജീവനുണ്ടോ?
കറി വെച്ച തക്കാളിക്ക് ജീവനുണ്ടോ? അത് ചത്തു. തിളപ്പിച്ച തക്കാളി എടുത്ത് പറമ്പിലിട്ട മുളച്ചു വരുമോ? പക്ഷെ പോഷകമാണ്, പോഷക ഗുണം ഉണ്ടാവും, പക്ഷെ ജീവ തേജസ് കിട്ടത്തില്ല. ഈ തക്കാളി അരിഞ്ഞ് ഇളച്ച എണ്ണയിലിട്ട് വറുത്ത് മുരിച്ച് കടിച്ച് മുറിച്ച് ചിപ്സായിട്ട് കഴിച്ചാൽ അത് പ്രേത ഭക്ഷണം. അത് നമ്മുടെ രക്തം ഊറ്റി ജീവ തേജസ് ഊറ്റിക്കളയുന്ന വിരുദ്ധ ഭക്ഷണമായി. ഏറ്റവും നല്ല ഭക്ഷണം കരിമ്പിന്റെ നീര്. അത് ജീവനുള്ള കരിമ്പ്, നട്ടാ മുളയ്ക്കും. അത് ഉരുക്കി ശർക്കരയാക്കുമ്പോൾ മൃതഭക്ഷണം ജീവ തേജസ് പോയി. അത് ചാരായമാക്കി പഞ്ചസാരയാക്കി മാറ്റുമ്പോൾ കരിമ്പിന്റെ നീര് കുടിച്ചാൽ ആരെങ്കിലും ആടി നടക്കുമോ? പക്ഷെ ചാരായം, കരിമ്പിന്റെ നീരിൽ നിന്നുള്ള ചാരായം കുടിച്ചാൽ വീട്ടില് അമ്മയുടെ മുതുകത്ത് ഉണ്ടംപൊരി ഉണ്ടാക്കും അച്ഛൻ. എന്താ കാര്യം? മട്ടു പിടിപ്പിക്കുന്നു. അപ്പോൾ ദൈവം ഒരു പൂർണ്ണതയിൽ, പ്രകൃതി ഒരു പൂർണ്ണതയിൽ വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളിൽ ജലാംശം കൂടുതലുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ പഴങ്ങളാക്കണം. ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് പഴങ്ങൾ തിന്നണം. ചക്കയാവട്ടെ മാങ്ങയാവട്ടെ. ഇപ്പോൾ മാമ്പഴക്കാലമാണ്. ഈ മാമ്പഴക്കാലത്ത് മാമ്പഴം മാത്രം നിന്ന് ജീവിക്കാൻ ഭാഗ്യമുണ്ടോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്തൊരു ശ്രീകുമാറുണ്ട്. 3 വർഷമായി വേവിച്ചതൊന്നും തിന്നിട്ടില്ല. കൽപ്പണിക്കാരനാണ്, മേസൻ വർക്കറാണ്. ഇപ്പൊ പണിക്ക് ഇയാളെയാണ് ആളിന് കൂടുതൽ വിളിക്കുക. കാരണം മറ്റവരടക്ക് ബീഡി വലിക്കാനിരിക്കും, ചായ കുടിക്കാൻ പോകും. ഇയാൾക്ക് ചായ കുടിയൊന്നുമില്ല. ഉച്ചക്ക് ഊണിന് അയാളൊരു തണ്ണിവത്തം മുറിക്കും, മൊത്തം തിന്നും. ഒരു തണ്ണിവത്തനകത്ത്, ചെറിയൊരു തണ്ണിവത്തനകത്താക്കും. ഉടനെ പണിക്ക് കയറും. അയാൾക്ക് ക്ഷീണമില്ല. ഈ ആഹാരം കൂടുതൽ കഴിപ്പിച്ച് ദഹിപ്പിക്കാനുള്ള പങ്കപ്പാടാണ് ഉള്ളിൽ കിടന്നേ. അവർക്കെങ്ങനെയാ എനർജി ഉണ്ടാവുക? ഇയാൾക്ക് അത്രയും പങ്കപ്പാടില്ല ആഹാരം ദഹിപ്പിക്കാൻ. പഴങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കും, കൂടുതൽ എനർജി കിട്ടും. അതുകൊണ്ട് പഴങ്ങളുടെ ഒരു അത്ഭുത ലോകത്തിലേക്ക് ആദ്യമൊക്കെ ക്ഷീണം വരും. ആദ്യത്തെ ഒരാഴ്ച ക്ഷീണവും തളർച്ചയൊക്കെ തോന്നും. അത് മനസ്സിൻ്റെ ഒരു നാടകം കൂടിയാണ്. അത് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം. ഉച്ച കഴിഞ്ഞാൽ ജീവിതം ഏദൻ തോട്ടത്തിലേക്ക് മാറ്റിപ്പാർക്കുക. ഏദൻ തോട്ടത്തിൽ എന്തായിരുന്നു ഭക്ഷണം? കോഴി ബിരിയാണിയാ? ഏദൻ തോട്ടത്തിൽ എന്തായിരുന്നു ഭക്ഷണം? പഴങ്ങള്. മലക്കുൾ മൗത്ത് വന്ന് റൂഹിനെയും കൊണ്ടുപോകും. നമുക്ക് മലക്കുൾ മൗത്തല്ല വന്നെ അല്ലേ? നമുക്ക് ബുൾഡോസറിൽ കുടുക്ക് വേണം. ഞങ്ങളൊക്കെ അന്തസ്സും മര്യാദയുള്ളവരാണ് കേട്ടോ. ഞങ്ങൾക്കൊരു മാലാഖയുണ്ട്, അവർക്ക് മലക്ക്. വിളിച്ചാൽ ഞങ്ങൾ കൂടെ പോകും, ഒരക്ഷരം എതിർത്ത് പറയൂല. വേറെ ചിലരുണ്ട്, പോകൂല, കട്ടിലിൻ്റെ കാലെ പിടിച്ചിങ്ങനെ കിടക്കും. അവർക്ക് വേണ്ടിയാണ് കുടുക്കിട്ട് കയറും കൊണ്ടുവരുന്നത്. ബുൾഡോസറിൻ്റെ പുറത്താ വരിക. അവിടുത്തെ ആത്മീയ ഭക്ഷണം എന്താ? സ്വർഗത്തിലെ ഭക്ഷണവും പഴങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗ്യം ഏദൻ തോട്ടത്തിൽ രോഗങ്ങളില്ലാതെ ദീർഘായുസ്സോടെ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തെ ഭക്ഷണം പഴങ്ങളാണ്. നിങ്ങൾ 10 ദിവസം രാത്രി ഭക്ഷണം, ഉച്ച കഴിഞ്ഞ് പച്ചവെള്ളം, ജ്യൂസ്, പഴങ്ങൾ 1-2 പ്രാവശ്യം വിശക്കുമ്പോഴൊക്കെ കഴിച്ചു. 10 ദിവസം കഴിച്ചാൽ നിങ്ങളുടെ ചൂടെല്ലാം കുറയും. ശരീരത്തിന് വലിയൊരു ആനന്ദം, സുഖം. 5 ദിവസം പ്രയാസം. 5 ദിവസം കഴിഞ്ഞ് ഉള്ളത് ഓരോ ദിവസവും നിങ്ങൾക്ക് വലിയ സുഖവും സ്വസ്ഥതയും സമാധാനം. കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവ് കൂടും.